ആദ്യം 3 മണി കഴിഞ്ഞു. 4 മണിയോടടുത്ത സമയം. ഹസന ഉംറ സംഘം ഇന്ന് പോകുന്നത് പരിശുദ്ധമായ ജബലുന്നൂർ കയറാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മല, അതുപോലെ തന്നെ ഹബീബായ തങ്ങളുപ്പാപ്പ ഇബാദത്തിനായി തെരഞ്ഞെടുത്ത മല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയ മല തുടങ്ങി ഒരുപാട് പവിത്രതകളുള്ള ജബലുന്നൂറിലേക്ക് പ്രഭാതം തന്നെ ഞങ്ങൾ പോവാൻ കാരണം നമ്മുടെ ജബലുന്നൂർ കഴിയുന്നത്ര എല്ലാവരും കയറണം. കയറിയ ഓരോരുത്തർക്കും ഗോർ ഹീറയിലേക്ക് എത്തണം. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഏതായാലും ഈ കാണുന്നതാണ് പ്രഭാതത്തിലുള്ള ജബലുന്നൂറിൻ്റെ കാഴ്ചകൾ. കണ്ടില്ലേ, ആരാരുമില്ലാത്ത സമയത്തുള്ള കാഴ്ചകൾ. ഇതേ സ്ഥലം തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ജനനിബിഡമാവാറുണ്ട് കേട്ടോ. എന്നാലും ഹസന ഉംറ സംഘം നല്ല ആത്മാർത്ഥതയോടെ, നല്ല ഉന്മേഷത്തോടെ, കണ്ടില്ലേ, പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരെല്ലാവരും ജബലുന്നൂറിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്, യാത്രയിലാണ്. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം. കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ. ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. ഗോർ ഹിറയുടെ മുകളിലെത്തി. അങ്ങനെ ജബലുന്നൂറിന്റെ മുകളിലെത്തി ഗോർ ഹിറയിലേക്ക് ഇറങ്ങുകയാണ്. ജബലുന്നൂറിന്റെ മുകളിൽ വരെ വേണ്ടത്ര കുഴപ്പമില്ലാത്തതാണെങ്കിലും ഗോർ ഹിറയിലേക്ക് അല്പം ദുർഘടമായ വഴി തന്നെയാണ്. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ വേണം അങ്ങോട്ട് പോവാൻ. വേറെ വഴികളൊന്നും കാര്യമായിട്ട് ഇവിടെ ലഭ്യമല്ല. ആദ്യമായി പോകുമ്പോൾ അല്പമൊക്കെ പേടി തോന്നുമെങ്കിലും നമ്മൾ ക്ഷമയോടെ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് പോവുക തന്നെ. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഹബീബായ തങ്ങളുപ്പാപ്പ ഇബാദത്ത് ചെയ്ത ഗോർ ഹിറയുടെ അകത്തിലാണ്. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദങ്ങൾ സ്പർശിച്ച, ഹബീബ് സുജൂദിലായി കിടന്ന, ഹബീബിന്റെ ചുണ്ടുകൾ സ്പർശിച്ച, ഹബീബിന്റെ കരങ്ങൾ സ്പർശിച്ച എല്ലാമായ ഗോർ ഹിറ, ആ ഗോർ ഹിറയിലേക്ക് എത്തി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇവിടെയൊക്കെ ഒരു മുദീറിന്റെ സാന്നിധ്യം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ഗോർ ഹിറയിലേക്ക് വരെ എത്തിയിട്ട് അവര് ജബലുന്നൂറിന്റെ മുകൾ വരെ എത്തിയിട്ട് ഗോർ ഹിറയിലേക്ക് എത്തിയില്ല എങ്കിൽ അത് തീരാ നഷ്ടം തന്നെയാണ്. ഗോർ ഹിറയിൽ നിന്ന് ബറക്കത്തെല്ലാം എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗോർ ഹിറയെ കുറിച്ച്, ജബലുന്നൂറിനെ കുറിച്ച്, ഇവിടെ ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നമുക്ക് അല്പം പറഞ്ഞു നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും ഇൻഷാ അല്ലാഹ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم. مولاي صل وسلم دائما أبدا على حبيبك خير لهم ولن يضيق رسول الله جاهك بإذا الكريم تحلى باسم منتقم. مولاي صل وسلم دائما أبدا على حبيبك خير
الخلق كلهم إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والتف بعبدك في الدارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا بك خير الخلق كلهم وأذن لي صحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صبا وأقرب العيسى حاد العيسي بالنغم مولاي صل وسلم دائما أبدا على حبيبك خير لهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا بك خير الخلق كلهم നമ്മളെ പരിശുദ്ധമാക്കപ്പെട്ട ജബലുൻ നൂറിലാണ്. നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയണം. അതും അല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസ് അവസാനിപ്പിക്കാം. പരിശുദ്ധമാക്കപ്പെട്ട ജബലുൻ നൂർ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ജബലുൻ നൂർ എന്ന് പേര് വരാനുള്ള കാര്യമൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? 3 നൂറുകളാണ് ഇതിലുണ്ടായി ഈ മലയിൽ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞല്ലോ അല്ലേ.
ഒന്നാമത്തെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മലയാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയ മലയാണ്. എല്ലാത്തിനും ഉപരി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഇബാദത്ത് ചെയ്ത ഇബാദത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മലയാണ് ജബലുൻ നൂർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുന്ന് ഒരുപാട് ജബലുകളുണ്ട്. നിങ്ങൾ ബാക്കിൽ നോക്കിയപ്പോൾ കണ്ടു നിങ്ങളൊക്കെ ഇവിടെയൊക്കെ ജബലുണ്ട്. എന്നിട്ട് ഈ ഒരു ജബലിനെ മാത്രം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത് എന്നുള്ള ആ ഒരു ചർച്ചയിൽ പറയുന്നതായി കാണാം. ഈ ജബൽ നൂറിലുള്ള ഗോർ ഹിറ എന്ന് പറയുന്ന ആ ഒരു ഗുഹ നിങ്ങൾ കയറിയപ്പോ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ ദ്വാരമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ കഅബാലയം കാണുമത്രേ. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കാണുന്ന ഒരേ ഒരു ജബലാണ് ഈ കാണുന്ന ജബലിൽ നിന്ന് ആ ഗോർ ഹിറയുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ജബൽ കാണും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാക്ക് 40-ാം വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത് അല്ലേ. അതിനു മുമ്പ് തന്നെ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് മക്കക്കാരെ കുറിച്ച് വല്ലാത്ത വിഷമം. ഓരോന്ന് മക്കക്കാരുടെ സ്വഭാവ രീതികൾ, മക്കക്കാരുടെ ശൈലികൾ ആലോചിച്ചുകൊണ്ട് ഹബീബിന് വല്ലാത്ത വിഷമായിരുന്നു. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ വല്ലാത്ത വിഷമത്തോടെ ഈ ജബലിൽ വന്നുകൊണ്ട് മക്കയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് വിഷമിച്ചിരിക്കുമായിരുന്നു. എന്താണ് നമ്മൾ പറയില്ലേ, എന്താ നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ പറയില്ലേ, ഇതുപോലെ മക്കക്കാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമത്തോടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം. ഉപ്പ അങ്ങോട്ട് അത് ഇങ്ങോട്ട് ഉപ്പനെ വഴി മാറിയതാണ്. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്ത് കുറയാൻ പാടില്ലട്ടാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഈ ജബലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അബ്ദുൽ മുത്തലിബ് തങ്ങളുപ്പാപ്പയ്ക്ക് മുൻകാലങ്ങളിൽ ഈ ജബലിൽ വന്നിരുന്നു. അവരിവിടെ സമയം ചെലവഴിച്ചിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതായത് ഈ ജബലിലേക്ക് ആദ്യമായി കയറിയത് ഹബീബായ തങ്ങളല്ല, തങ്ങൾക്ക് മുമ്പേ അബ്ദുൽ മുത്തലിബ് തങ്ങളുപ്പാപ്പയ്ക്ക് ഇവിടെ കയറിയിരുന്നു. അവരുടേതായ രീതിയിൽ അവർ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി വിനിയോഗിച്ചിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. മറ്റൊരു കാര്യം, ഈ ജബൽ നൂർ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മറ്റു ജബലുകളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഹബീബ് ഇതിലേക്ക് കയറി എന്നുള്ളത് അതിനെക്കുറിച്ച് പറയുന്നിടത്ത് മറ്റൊരു ചരിത്രങ്ങളിൽ മറ്റൊരിടത്ത് കാണാം. ഈ ജബൽ നൂർ എന്ന് പറയുന്ന മല ഹബീബായ തങ്ങളുപ്പാപ്പാനെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. ഹബീബ് വേഗം ഒന്നും കയറിക്കല്ല, തങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് അത്രേ ഈ ജബൽ നൂർ എന്ന് പറയുന്ന ഈ മല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇരിക്കുമ്പോ നമ്മളെ കാഴ്ചയിൽ നമ്മളെ ഭാവന ഇതൊരു പാറയാണ്, വെറും കല്ലാലെ. ഹബീബ് ഇങ്ങോട്ട് കയറി, ഹബീബിനെ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഇവിടെ ഖുർആൻ ഇറങ്ങി, ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഇതൊക്കെ ഒരു നിസ്സാരക്കാരില്ല, വലിയ ബറക്കത്തുള്ള ഭാഗ്യം ലഭിച്ച ഒരു വലിയൊരു ബറക്കത്തുള്ള മലയാണ് ഈ കാണുന്ന ജബൽ നൂർ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കാം, ഇവിടെ ഹബീബായ തങ്ങളുപ്പാപ്പ ഉണ്ടായിരുന്ന കാലത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരംഭപ്പൂവായ തങ്ങൾ അവിടെ ഇബാദത്ത് ചെയ്യുന്നു. ആ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ മറ്റു സമയങ്ങൾ ഇവിടെയൊക്കെ വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ പലപ്പോഴും ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് ഭക്ഷണം കൊണ്ട് 53-ാമത് വയസ്സിൽ വരെ ഇവിടെ കയറിയിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഒരിക്കൽ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് ഭക്ഷണം കൊണ്ടുവന്നു, താഴെ നിന്നിങ്ങോട്ട് കയറി. നമുക്കറിയാം ഇപ്പൊ കയറിയപ്പോൾ അവസ്ഥയിലെ ആ കയറലിന് പകരം 1500ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ജബലിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന അറിയാം ഇതൊരു ദുർഘടമായ വഴിയായിരിക്കും. കാരണം ഇന്ന് ദൈനംദിനം ഇഷ്ടം പോലെ പേര്, ആയിരക്കണക്കിന് പേര് കയറുന്നതുകൊണ്ട് ഇതിനെല്ലാം ഒരു മയം വന്നിട്ടുണ്ട്. അന്ന് കാലങ്ങളിൽ നിങ്ങൾ കയറുന്നില്ലല്ലോ. അങ്ങനെ കൊത്തിപ്പിടിച്ചുള്ള ആരോഗ്യത്തിന് കയറിയിരുന്നവരായിരുന്നു ഖദീജ ഉമ്മ. കയറിയിട്ടായിരുന്നു ഇവിടെ ഹബീബായ തങ്ങളുപ്പാപ്പ ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്നത്. എന്നാൽ ആ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ഒരു ദിവസം ഇവിടെ വന്നപ്പോ കണ്ട രംഗമെന്താ, ഹബീബായ തങ്ങളുപ്പാപ്പാനെ കാണാനില്ല. പ്രിയതമയാവുന്ന ഹാജറ ഖദീജ ഉമ്മക്ക് വിഷമം തോന്നി, ചോദിച്ചു ഇവിടെയുള്ള ഖാദിമോട് ഹബീബ് എവിടെ പോയി. അപ്പൊ ഖാദിമോൾ പറഞ്ഞു ഹബീബ് അപ്പുറത്ത് ഇബാദത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്തായാല ആരംഭപ്പൂവിനെ ബുദ്ധിമുട്ടാക്കണ്ട ചിന്തിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പാനെ കാണാതെ ഖദീജ ഉമ്മ ഭക്ഷണം അവിടെ വെച്ച് തിരിച്ചു പോയ സമയം വരെ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രങ്ങളിൽ കാണാം. പറഞ്ഞു കൊണ്ടുവരുന്നത്, അങ്ങനെ എല്ലാ മഹത്വങ്ങളുള്ള ഖദീജ ഉമ്മയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ പവിത്രമായ ജബലാണ്. അമ്മയിരിക്കൂ,
പവിത്രമായ ജബലാണ് ഈ ജബൽ നൂർ എന്നുള്ള ഈ ഒരു പവിത്രമായ മഴയുണ്ട്. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ചില സമയങ്ങളിൽ 1 മാസം വരെ ഇവിടെ ചെലവഴിച്ചിരുന്നു എന്ന് കാണാം. ചില സമയങ്ങളിൽ ഒരാഴ്ചയാണ് ഇവിടെ സമയം ചെലവഴിച്ചിരുന്നത് കാണാം. ചില സമയങ്ങളിൽ 2 ദിവസമൊക്കെ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നും കാണാം. അപ്പൊ എന്താണ് ഈ പല ദിവസങ്ങളുടെ ആ ഒരു വ്യത്യാസങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് അവിടെ മഹാന്മാരെ പറയുന്നത് കാണാം. ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പ ഇങ്ങോട്ട് പോരുമ്പോ മഹതിയായ സഹധർമ്മിണിയാവുന്ന ഖദീജ ഉമ്മ ഭക്ഷണം കൊടുത്തേക്കും. നമ്മളൊക്കെ പുതിയാപ്പിള പോകുമ്പോ ഭക്ഷണം കൊടുത്തേക്കല്ലേ? ആര് കൊടുത്തേക്കല്? ഈ മാണിക്കലിന്റെ ദർസിൽ ഫുഡ് ഉണ്ട്. ഈ മാണിക്കലിന് ഫുള്ള് വീട്ടിൽ നിന്നല്ലേ അല്ലേ? പറഞ്ഞു മാറി. ഈ മാണിക്കലിന് അവിടെയും ഫുഡ് ഉണ്ട്, ആ മാണിക്കലിന് അവിടെ ഫുഡ് ഉണ്ട്, ആ ഖത്തീബിന് അട്ടിപ്പാത്രം ഉണ്ട്. എങ്ങനെ കൊടുത്തേക്കല്? വെറുതെ പറയുന്ന ആമൊക്കെ. ഓക്കെ. അപ്പോ പറഞ്ഞു കൊണ്ടുവന്നത് ഖദീജ ഉമ്മ ഭക്ഷണം കൊടുത്തേക്കും. കാരണം ഇപ്പോ തന്നെ 1500 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണ സംവിധാനം കുറവല്ലേ? അപ്പൊ അന്ന് ഹബീബ് വന്നിരുന്ന കാലത്ത് നമുക്ക് എന്താണ് ഇവിടെ ഭക്ഷണ സംവിധാനം തീരില്ല. അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് അപ്പൊ അന്ന് കാലങ്ങളിൽ ഭക്ഷണം ഇങ്ങോട്ട് കൊടുത്തേക്കും. ഹബീബായ തങ്ങളുപ്പാപ്പ ഇങ്ങോട്ട് വരും ഭക്ഷണം കൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എന്ത് തിരിച്ച് പെട്ടെന്ന് 1 മാസത്തെ ഫുഡ് കൊടുത്തേച്ചുണ്ടാവും. ചില സമയങ്ങളിൽ ഹബീബായ തങ്ങളുപ്പാപ്പ എന്ത് ചെയ്യും, ഒരു 10 ദിവസം കഴിയുമ്പോൾ 15 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോയിണ്ടാവും. ഭക്ഷണം 1 മാസത്തെ കൊടുത്തേച്ചൻ. അപ്പൊ എന്റെ ഇങ്ങനെ തിരിച്ചു ചെല്ലുമ്പോ ഖദീജ ഉമ്മയോട് പറയും, ഖദീജ ഭക്ഷണങ്ങൾ തന്നൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ പാവങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ കൊടുത്തു ആരംഭപ്പൂവിന്റെ ഭക്ഷണം എന്തായി? ഇവിടെ സൂക്ഷ്മതയുണ്ടായ സൂക്ഷിച്ച് തന്നയച്ച ഭക്ഷണം തീർന്നു പോകുമ്പോ ഹബീബായ തങ്ങളുപ്പാപ്പ തിരിച്ചു പോവും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഖദീജ ഉമ്മ ഇങ്ങോട്ട് വരുമ്പോ 53 അല്ലെങ്കിൽ 55 വയസ്സ്, 55-ാം വയസ്സിൽ ദിവസവും ഇവർ 2 നേരം കയറിയിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ കാണാം. പലയിടങ്ങളിലും പല രൂപത്തിലായി കാണിച്ചിട്ടുള്ളത്. ഏതായാലും ഇവർ 2 നേരം കയറിയ ദിവസങ്ങളുണ്ട്, അല്ലാതെ ഖദീജ ഉമ്മ ഇങ്ങോട്ട് ഭക്ഷണങ്ങൾ കൊടുത്തയച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഖദീജ ഉമ്മാന്റെ അടുത്ത് നിന്ന് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാല് പിന്നെ ഖദീജ ഉമ്മാന്റെ മനസ്സ് ഇങ്ങനെ എന്താണ് ഹബീബ് പോണത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നത്രേ. ഇന്നിപ്പോ നമ്മൾ ടാക്സി വഴി വന്നതുകൊണ്ടാണ് എന്തൊക്കെയോ ദൂരമുള്ളവ തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ കയറുമ്പോൾ കണ്ടില്ലേ ക്ലോക്ക് ടവർ വന്നില്ല, ഈ ബിൽഡിംഗ് വന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഷോർട്ട് വേണം. അപ്പോ ഹബീബായ തങ്ങളുപ്പാപ്പ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഖദീജ ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഹബീബ് ഇങ്ങനെ പോകുന്നത് കൺമറയുന്നത് വരെ നോക്കി നിൽക്കും. നമ്മളൊക്കെ പുതിയ നോക്കിക്കണ്ട അങ്ങനെ ഇങ്ങനെ ആരെയും നോക്കിക്കണ്ട. പുതിയ പോകുമ്പോ കഴിഞ്ഞ് തുറന്ന് പറഞ്ഞു എവിടെ നോക്കിക്കണേ? എന്റെ പ്രിയതമ്മ ഞാൻ പോയി കഴിഞ്ഞാലേ നോക്കിക്കണ്ടേ? ഇല്ലല്ലോ, എന്തും പറയാ. ഇവിടെ ഇല്ലല്ലോ, എന്തും പറയാ. ഭാഗ്യ ശരിയാണ്, ഇവിടെ ഇല്ലല്ലോ അവിടെ. അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത് അത് പോട്ടെ. അവസരം പറയുന്ന മാത്രം ഹബീബായ തങ്ങളിപ്പോ പോകുന്നത് ഖദീജ ഉമ്മാന്റെ മഹബത്ത് അങ്ങനല്ലേ? ഖദീജ ഉമ്മ എന്ന് പറഞ്ഞാൽ ഹബീബ് അങ്ങനെയായിരുന്നു. അങ്ങനെ പോയി കഴിയുന്നവരെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ കൺമറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖദീജ ഉമ്മാന്റെ മനസ്സിങ്ങനെ വല്ലാതെ വിഷമം വരും. എന്താ അറിയോ, ഭർത്താവ് ഹബീബായ തങ്ങളിപ്പോ പോയി കഴിഞ്ഞാലേ അപ്പൊ കുറെയൊക്കെ ക്ഷമിക്കും, 1 ദിവസം 2 ദിവസം ക്ഷമിക്കും. പിന്നെ ഖദീജ ഉമ്മാന്റെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും, കാണണം തോന്നും. അതൊക്കെ അല്ലേ മഹബത്ത്, വല്ലാത്ത മഹബത്തല്ലേ? മാഷാ അല്ലാഹ്. ഇതാണ് അതിനിടെ തന്നെ എന്റെ റബ്ബേ. അപ്പൊ ഖദീജ ഉമ്മ 2 ദിവസം കഴിഞ്ഞാല് ചിലയിടങ്ങളിൽ കാണുന്ന ചരിത്രങ്ങളിൽ 1 or 2 ദിവസം കഴിഞ്ഞാൽ ഖദീജ ഉമ്മാന്റെ മനസ്സ് സമ്മതിക്കൂല. ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം വരും. അങ്ങനെ ഖദീജ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ട് ഇങ്ങോട്ട് നടന്നു പോരും. ഹബീബായ തങ്ങളുപ്പാപ്പ ഖദീജ ഉമ്മ താഴെ എത്തിയെന്ന് ഹബീബിന് അറിയാം. ഹബീബ് ആ സമയത്ത് താഴേക്ക് ഇറങ്ങും. എന്നിട്ട് ഹബീബും ഖദീജ ഉമ്മയും പല സമയങ്ങളിലും താഴ്വാരത്ത് പാർത്തിരുന്നു എന്നും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം. അങ്ങനെ പാർത്തിരുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു പള്ളി ഉണ്ട്. ആ പള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇന്നൊരു പള്ളി അവിടെ അടയാളമായിട്ടുണ്ട് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെയൊക്കെ ഖദീജ ഉമ്മ വല്ലാതെ മുഹബ്ബത്ത് വെച്ചിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാനെ. ഒറ്റ കാര്യം കൂടെ പറയാം. ഇവിടെ വന്ന് ഞാൻ പറഞ്ഞല്ലോ 15 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോലെ. ആ സമയത്ത് നുബൂവത്തോട് അടുത്ത സമയമായപ്പോ ഹബീബായ തങ്ങളുപ്പാപ്പ ഇങ്ങനെ വീട്ടിലേക്ക് ചൊല്ലുമ്പോ ചെന്ന് കഴിഞ്ഞാൽ കുശലങ്ങൾ സ്വാഭാവികമാണ് ചോദിക്കൂലേ. നമ്മൾ ചോദിക്കൂലേ എന്താണ് നിങ്ങളെ യാത്രാ വിശേഷങ്ങളൊക്കെ ചോദിക്കൂലേ. അത് പറഞ്ഞൂടെ? എന്താ ചോദിക്കല്ലോ മാണിക്കല്ലേ? ചോദിക്കാത്തവരുണ്ട്. അത് നിങ്ങൾ ഉറപ്പ ഉദ്ദേശം നമുക്ക് മനസ്സിലായി ആരെന്ന് ഉദ്ദേശിച്ച. ഉടനെ പരിഹരിക്കാണ്ട ആരാണെങ്കിലും ആ ഹൃദയമാണ് തുറന്നു പറഞ്ഞ് അങ്ങനെ തിരി. വിഷയം പോട്ടെ. ഏതായാലും അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് സംഗയം മുത്തനബിനെ പറയുമ്പോ രസകരമായി പറയാൻ മാതട്ടാ അതിന് പറഞ്ഞ ചിരിക്കാകുമ്പോ ഏതായാലും ബിസ്മില്ല. ആ നിഖാബിനോട് 2 കണ്ണുകൾ കറക്റ്റ് നോട്ട് ചെയ്യണ്ടാവും കണ്ടേ. ഏതായാലും നമ്മുടെ വിഷയത്തിൽ വരാം. അല്ലാഹ് ഹബീബായ തങ്ങളുപ്പാപ്പ തിരിച്ചു പോകുമ്പോ ആരംഭപ്പോവ് ഖദീജ ഉമ്മയോട് പറയാതിത്ര, ഖദീജ ഞാൻ അവിടെ അങ്ങ് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് എന്നോട് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്നുള്ള അശരീരി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട് ഖദീജ എന്നുള്ളത്. ആ സമയത്ത് ഹബീബായ തങ്ങളുപ്പാപ്പയോട് ഖദീജ ഉമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ? നബിയെ നിങ്ങളെ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അള്ളാഹു നല്ലതല്ലാത്ത ഒന്നും തന്നെ തരില്ല എന്ന് ഖദീജ ഉമ്മ ഹബീബായ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. സ്വാഭാവികർ നമ്മിലേക്ക് കമ്പരതൊക്കെ. ഇവരാണ് ഖദീജ ഉമ്മ ഒരു ഭാര്യ മാത്രമല്ല ഒരു ഉമ്മയും കൂടെയാണ്, ഒരു സഹോദരിയും കൂടെയാണ് ഹബീബിന് എന്നുള്ളത് ഇവിടേക്കാണ് എന്താണ് ഓരോ അടയാളങ്ങൾ മനസ്സിലാവുന്നത്. അതായത് ഹബീബിനെ പറഞ്ഞു നബിയെ തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾക്ക് നല്ലതേ അള്ളാഹു തരുള്ളൂ. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പാന്റെ ഈ വിഷയം അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഉസ്താദന്മാരത്ത് പോലെ അതുപോലെ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു മുഫ്തിയായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മഹാനവർ. അവരോട് പോയി ഈ വിഷയമൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു പറഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം കേട്ടതെല്ലാം റെഡിയാണ് എങ്കിൽ വരാനിരിക്കുന്ന ഒരു നബിയുണ്ട്, ആ നബിയുടെ അടയാളങ്ങളാണ് മനസ്സിലാവുന്നതെന്ന് അന്ന് പറഞ്ഞു കൊടുത്തിന് ആദ്യം. രണ്ടാമതാ പിന്നെന്താണ് പിന്നീട് പോകുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഹബീബായ തങ്ങൾ വീണ്ടും വന്നു. ഖദീജ ഉമ്മ പതിവ് പോലെ സൗകര്യപ്പെടുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അവരുടെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് പരിശുദ്ധമായ ഖുർആനും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ തങ്ങളുപ്പാപ്പ മാ അന ബിഖാരി, ഞാനൊന്ന് പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആരംഭപ്പൂവിനെ കൂട്ടിപ്പിടിച്ചു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഹബീബായ തങ്ങൾക്ക് ഓതി കൊടുത്തു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള സൂറത്തുൽ അലഖിലെ ആദ്യ ആയത്തുകൾ. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പ ഇതങ്ങ് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ വന്ന രൂപം വരെ പറഞ്ഞില്ലേ, ഇതങ്ങ് സംഭവിച്ചപ്പോ ഹബീബാകെ പേടിച്ചു തിരിച്ചു ഓടി ചെല്ലുന്നത് ഖദീജ ഉമ്മയുടെ ചാരത്തേക്കായിരുന്നു. ആ സമയത്തും ഖദീജ ഉമ്മയോട് പറഞ്ഞെന്താ, സമ്മിലൂനിയ ഖദീജ, എന്നൊന്ന് പുതപ്പിട്ട് മൂട് ഖദീജ എന്നുള്ളതായിരുന്നു. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഖദീജ ഉമ്മ ആ സമയത്ത് നബിയോട് പറഞ്ഞത്, നബിയെ തങ്ങൾ വിഷമിക്കണ്ട, തങ്ങളെ കൂടെ ഞാനുണ്ട്, തങ്ങൾക്ക് ഒന്നുകൊണ്ടും അപകടങ്ങൾ ഒന്നും തന്നെ അള്ളാഹു തരുകയില്ല എന്ന ഒരു വേർഡായിരുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് അള്ളാഹു ഖദീജ ഉമ്മയെ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. മഹാന്മാർ ചരിത്രങ്ങൾ പറയുന്നത് കാണാം, ഖദീജ ഉമ്മാക്ക് 25 വയസ്സുള്ള ഹബീബായ തങ്ങൾ അല്ലെ 40 വയസ്സുള്ള ഖദീജ ഉമ്മാനെ വിവാഹം കഴിച്ചു. 40 വയസ്സുള്ള ഖദീജ ഉമ്മാനെ വിവാഹം കഴിച്ചത് അള്ളാഹു ഇത്ര വലിയ പ്രതിസന്ധികളെല്ലാം ഈ ഒരു മുത്തായ തങ്ങൾക്ക് വരും, അവിടെ എന്താണ് തരണം ചെയ്യാൻ പറ്റിയ ഒരു പെണ്ണായിരിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മൾ പെണ്ണിട്ടില്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രിയതമക്ക് എത്ര 18 വയസ്സോ എത്ര അറിഞ്ഞുമത്തെ പ്രിയു പറയുമ്പോഴേക്കും സന്തോഷമാണല്ലോ. 26 വയസ്സ് മാഷാ അല്ലാഹ്. കൂടുതൽ ചെറിയ കുട്ടി അതായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു 26 വയസ്സുള്ള കുട്ടി ഈ മാണിക്കലിനെ കാണാല്ല പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഒരു വിഷമിക്കൂലേ? ഞാൻ കാണുന്നുണ്ട് പലരുടെയും പ്രിയതമന്മാരും പ്രിയതമങ്ങളും വിഷമിക്കും. എന്നിട്ട് എന്താ പറയാ, ഇങ്ങനെ പ്രശ്നം കേട്ടുകഴിഞ്ഞാല് നിങ്ങൾ ദയവത് ഞാൻ അങ്ങോട്ട് പോകരുതിട്ടാ, ഇതല്ലേ നമ്മുടെ നാട്ടു നടപ്പുകാരം പറയെല്ലാരും. എന്നാൽ അവിടെ ഖദീജ ഉമ്മ പറഞ്ഞെന്താ,
ഹബീബായ തങ്ങളെ വിഷമിക്കണ്ട, തങ്ങൾക്കൊരു അപകടം വരൂല. അതാ പറഞ്ഞത്. 25 വയസ്സായ മുത്തായ തങ്ങളുപ്പാപ്പാക്ക് 40 വയസ്സുള്ള ഖദീജ ഉമ്മനെ കൊടുക്കുമ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള വലിയ വലിയ പ്രതിസന്ധികളിൽ തരണം ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം ഹബീബിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. അതിനാണ് ആ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ഉമ്മയെ ഹബീബിലേക്ക് അടുപ്പിച്ചത്. ഏതായാലും പറഞ്ഞു കൊണ്ടുവന്നത്, പ്രിയമുള്ളവരെ, അത്രയൊക്കെ മഹത്വമുള്ള പവിത്രമായ ഒരു മലയുടെ ജബലിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ നമുക്ക് ഇനിയും ജബൽ സൗർ അടക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടത്, അത് തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോയിട്ട് അവിടെ കാണാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ചരിത്രങ്ങളിലൂടെ പോവാൻ ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു കൊണ്ടുവന്നത് ആകസാരം ജബലുൻ നൂർ എന്ന് പറയുന്ന ഈ പർവ്വതം ഒരു ചില്ലറക്കാരനല്ല, വലിയ ഭാഗ്യം ലഭിച്ച മലയാണ്. ഒറ്റ കാര്യം കൂടെ അവസാനമായി പറയട്ടെ, ജബലു സൗറുണ്ട്, ജബലുൻ നൂറുണ്ട് അല്ലെ. അപ്പോ ജബൽ സൗറിലേക്ക് ഹബീബായ തങ്ങളുപ്പാപ്പ കയറിയത് അന്ന് ഹിജ്റ യാത്രയുടെ വഴിയിലായിരുന്നു അല്ലെ. പോകുന്ന വഴിയിൽ 3 ദിവസം ഇവിടെ ഹബീബായ തങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, മുത്ത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു മലയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മുത്തിന്റെ കാൽപാദങ്ങൾ ഈ കണ്ട എല്ലാ ഇടങ്ങളിലും പതിഞ്ഞിട്ടുണ്ടാവും ചാൻസിലെ. അപ്പൊ ഇതൊക്കെ ബറക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. അള്ളാഹു നമ്മൾ ഈ ചെയ്ത സഈ അള്ളാഹ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക مشايخنا ومشايخهم وأساتذتنا وأساتذتهم اللهم بحقهم بارك لنا في كل أمورنا. اللهم بارك في علومنا. اللهم بارك في تعلمنا وفي تعليمنا وفي تدريسنا وفي معاملاتنا وفي كسبنا وفي تجاراتنا وفيما أعطيتنا وفيما تعطينا. اللهم بارك في سفرنا هذا. آمين. بركة تامة دائمة كما باركت وأنعمت على عبادك الصالحين. أرحم الراحمين يا مالك الملوك يا راجسي റഹ്മാനെ, പാവങ്ങളായ ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളെ നീ ഗായിബാക്കി മടക്കല്ല റഹ്മാനെ. ഇല്ലാത്തവർക്ക് നല്ല വീടുണ്ടാക്കി കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമീൻ റബ്ബേ, ഈ ഇരിക്കുന്ന ഞങ്ങളെ കൂട്ടത്തിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു തരണം റഹ്മാനെ. ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു തരണം റഹ്മാനെ. എല്ലാ കാര്യത്തിനും എല്ലാ നന്മയുടെയും സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂരിൽ ജൈത്രയാത്ര തുടരുമീ ഹസന ഹോളിഡേയ്സ്, സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്. പോകുവാനൊരുക്കമോ, താജ്മഹൽ കാണുവാനിനി തിടുക്കമോ.